ഇനി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത രീതിയിലേക്ക് നോക്കുമ്പോൾ നാം മറ്റുള്ളവരെ കാണിക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് കൂടുതലും താല്പര്യപ്പെടുന്നത്. അതിനായി വീടിന്റെ ഉമ്മറത്തും മുറ്റത്തുമെല്ലാം പൂക്കൾ വിരിയുന്ന ചെടികൾ പരിപാലിക്കുന്നു. എന്നിട്ട് ഭക്ഷണത്തിനായി നേരെ മാർക്കറ്റിൽ ചെന്ന് പണം നൽകി വാങ്ങുന്നു. എന്നാൽ ചെടി പരിപാലിക്കുന്ന അതേ സമയവും ഊർജവും ചിലവഴിച്ചാൽ പച്ചക്കറി തൈകൾ നട്ടുവളർത്തുവാൻ കഴിയും. സ്ഥലമുള്ളവർക്ക് ഫലവൃക്ഷ തൈകൾ വളർത്തുവാൻ കഴിയും. ഇവയൊക്കെ ഒരു സമയത്ത് നിങ്ങളുടെ തീൻമേശയിൽ ഭക്ഷണം എത്തിക്കുവാൻ പ്രയോജനകരമാകും. മറ്റൊന്ന് മൃഗങ്ങളുടെ കാര്യമാണ്. ഇന്ത്യക്ക് പുറത്ത് പല രാജ്യങ്ങളിലും ചെല്ലുമ്പോൾ അവിടെ വഴിയിലൂടെ കോഴികളും ആടുകളും നമ്മുടെ ഇവിടെ വളർത്തുന്ന മറ്റു പല മൃഗങ്ങളും സ്വതന്ത്രമായി നടക്കുന്നത് കാണാം. അവിടെ തെരുവ് നായ്ക്കൾ നടക്കുന്നത് അപൂർവമാണ്. എന്നാൽ നമ്മുടെ ഇവിടെ വഴി നിറയെ തെരുവ് നായ്ക്കളാണ്. ഈ നായ്ക്കൾ കാരണം ബാക്കി ഒരു ജീവിക്കും സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയില്ല. ഇവിടെ തെരുവ് നായ്ക്കൾ എന്ന വിപത്ത് ഇല്ലായിരുന്നെങ്കിൽ കോഴികളും ആടുകളും ഒക്കെ ധാരാളം പെറ്റുപെരുകി സ്വതന്ത്രമായി നടക്കുന്നത് നമുക്കും കാണുവാൻ കഴിയുമായിരുന്നു. മനുഷ്യൻ മാത്രമാണ് കഷ്ടിച്ച് എങ്ങനെയൊക്കെയോ ഈ തെരുവ് നായ്ക്കൾക്കിടയിൽ ജീവിച്ചു പോകുന്നത്.